എൻ്റെ പേര് രാജു. ഞാൻ വയനാട്ടിലെ അമ്പലയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ പള്ളിയിൽ ആദ്യമായി കാലുകുത്തിയത് 2022 സെപ്റ്റംബർ 23 അന്ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. എൻ്റെ വൈഫായിരുന്നു ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വരാനുണ്ടായ കാരണം, ഞാൻ 28 ലക്ഷം രൂപ കടമായിട്ടാണ് ഈ പള്ളിയിൽ വന്നത്. കർണാടക ഇഞ്ചി കൃഷിക്ക് പോവുകയും പിന്നെ മകളുടെ വിവാഹവും പിള്ളേരുടെ പഠനമൊക്കെ ആയിട്ട് കുറച്ച് പൈസ കടമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നേരെ നിൽക്കുമ്പോൾ ഞാനും എൻ്റെ സഹോദരനും കൂടി ഇഞ്ചി കൃഷി കഴിഞ്ഞ് പൈസയൊക്കെ നഷ്ടമായി കൊറോണയൊക്കെ വന്ന് വളരെ കഷ്ടത്തിലായിരുന്നു. ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, നമുക്ക് കടലുണ്ടിക്ക് ധ്യാന കേന്ദ്രത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു, ആങ്ങളയുടെ മോളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടും ബുക്ക് ചെയ്തു. അങ്ങനെ ഭാഗ്യത്തിന് മാതാവ് സഹായിച്ച് ഞാനിവിടെ എത്തി. അന്ന് ഞങ്ങൾ ഉടമ്പടി ഒതുക്കി പോയി. ഉടമ്പടി എടുത്ത് പോയിട്ട് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വരണമായിരുന്നു പുതുക്കാൻ വേണ്ടി. പക്ഷേ 23 ഞങ്ങളുടെ എൻ്റെ കൂടെ ഒന്ന് 50 പേര് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വയൽ മാത്രം വിറ്റുപോയി. അന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടി. ഇന്ന് വരെയും ബാക്കി 24 ഏക്കറും വിറ്റിട്ടില്ല, അത് മാത്രമേ വിറ്റിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 28 ഞാനിവിടെ വന്ന് ഞാനും ഉടമ്പടി എടുത്തു. അന്ന് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു. എനിക്ക് 18 വർഷമായിട്ട് ശ്വാസം മുട്ടിൻ്റെ അസുഖമായിരുന്നു. 28 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അതിൽ ആദ്യം 10 ലക്ഷം രൂപ വീട്ടി, ബാക്കിയുള്ളത് എൻ്റെ വേറൊരു സ്ഥലം ടൗണിലുണ്ടായിരുന്നു. അതിന് ഒത്തിരി പേര് വില പറഞ്ഞു. ആരും എന്നോട് സംസാരിക്കുന്നില്ല. ആദ്യം വന്ന പുള്ളി തന്നെ ഒരു 10-60 പേരോളം വന്ന് സ്ഥലം നോക്കി തിരിച്ചു പോകും. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അച്ഛനൊരു കാശരൂപം അവിടെ ഇട്ട് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും വൈഫും ഒരാഴ്ച അടുപ്പിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം വിറ്റ് കിട്ടി. ദൈവത്തിന് സ്തുതി. അതുപോലെ തന്നെ എനിക്ക് 18 വർഷമായിട്ട് ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഞാൻ വയനാട്ടിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിച്ചു 2 ഡോക്ടർമാരെ. അവസാനം അവിടെയും കുറയാഞ്ഞിട്ട് കോഴിക്കോട് ടൗണിലുള്ള ചെസ്റ്റ് എന്നൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ സുധീർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പോയി. പുള്ളി എനിക്ക് അവിടെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ അസുഖം വളരെ കുറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ കാശരൂപം തന്ന് പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് ആ കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ 18 വർഷമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ മഴ നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് 7 വർഷമായിട്ട് അൾസർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനും നല്ലൊരു കുറവുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പറയാനുള്ളത്, എൻ്റെ മോള് പഠിക്കുന്നത് താമരശ്ശേരി ഒരു കോളേജിലാണ്. ഒരു ദിവസം വൈകുന്നേരം അവൾക്ക് സുഖമില്ലാതെ വിളിച്ചപ്പോൾ ഞാനും വൈഫും കൂടി അവളെ കൂട്ടാൻ വേണ്ടി അവിടെ പോയി. തിരിച്ചു വരുമ്പോൾ വൈഫിൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. വയനാട് ചുരത്തിൻ്റെ മുകളിൽ വെച്ച് ഒരു പാറശകലം തള്ളി നിൽക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒരു പിക്കപ്പ് വാന് വളരെ സ്പീഡിൽ എൻ്റെ അടുത്തേക്ക് വന്നു. രാത്രിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് വണ്ടി അടിച്ചു എന്ന് ഓർത്തു. പെട്ടെന്ന് ഞാൻ അമ്മയെന്ന് വിളിച്ച് നോക്കുമ്പോൾ വണ്ടി തന്നെ തിരിഞ്ഞു. അപ്പുറം ചാലിൽ വന്നു. ദൈവത്തിന് സ്തുതി. അന്നെൻ്റെ ശരീരം മൊത്തം വിറച്ച് എനിക്ക് വണ്ടി എടുക്കാൻ കഴിയില്ലായിരുന്നു. കുറേ സമയം കഴിഞ്ഞാണ് എനിക്ക് വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ എനിക്കിവിടെ 211 പേരെ ഈ പള്ളിയിൽ എത്തിക്കാൻ സാധിച്ചു. ഞാൻ വയനാട് കൃപാസനം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എൻ്റെ സുഹൃത്ത് ബിനോയിയുടെ കൂടെയാണ് വരുന്നത്. ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൃപാസനം ഗ്രൂപ്പ് ഉണ്ട് നിലവിൽ. അതിൽ 100ഓളം പേരുണ്ട് വരുന്നുണ്ട്. എല്ലാ മാസവും അവിടെ കാരുണ്യ പ്രവൃത്തിയും ചാറ്റ് പ്രവൃത്തിയിലും ഓരോ അഗതി മന്ദിരത്തിലും സുഖമില്ലാത്ത വീട്ടിലെല്ലാം പോയി ചെയ്യുന്നു. പിന്നെ എൻ്റെ മോന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവനിപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിന് ശേഷം അവനെയും വെച്ചിരുന്നു. ഇപ്പോൾ അവൻ അവിടെ എഴുതാനും വായിക്കാനും എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യും. ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 7 മാസമായിട്ട് ബത്തേരിയിലൊരു വാട്ടർ ഫിൽറ്ററിൻ്റെ ഒരു കമ്പനിയിൽ ജോലി വരികയാണ്. ഞങ്ങൾക്ക് ഇതുവരെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് എല്ലാ മാസവും അഗതി മന്ദിരങ്ങളിൽ പോകും. പിന്നെ സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവരും. 2 പേരെ ഇന്ന് ഞങ്ങളുടെ പൈസ മുടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒത്തിരി പേര്. പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു സുഹൃത്ത്, അവരുടെ പശുവിന് സുഖമില്ലായിരുന്നു. അങ്ങനെ വേറൊരു കൂട്ടുകാരനോട് പറഞ്ഞു, ഇവരുടെ അടുത്ത് പള്ളിയിലെ എണ്ണയും തൈലമൊക്കെ ഹിന്ദു കുടുംബമായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു, ചേട്ടാ ഞാൻ വന്നിട്ട് കാര്യമില്ല, അത് പറ്റില്ല, നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിനെ കൂട്ടി അവിടെ പോയി.
ഈ പശുവിൻ്റെ ബേക്ക് വശം തളർന്നു പോകുമായിരുന്നു. അപ്പോൾ ഡോക്ടർ സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുകയും ട്രിപ്പ് കയറ്റുകയും ചെയ്തിരുന്നു. പിന്നെ അവർ പറഞ്ഞു ചിലപ്പോൾ 20 ദിവസം കൊണ്ട് ശരിയാവും, അധികം പശുക്കളും ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പോയി പ്രാർത്ഥിച്ച് എണ്ണയും തൈലവും തേച്ചു, പശുവിന് ഉപ്പും വെള്ളമെല്ലാം കൊടുത്തു. വൈകുന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു പശു ചെറുതായി തിരിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വൈകുന്നേരം വെയിറ്റ് ഇട്ട് പശുവിനെ പൊന്തിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കണം, എന്നിട്ട് പശുവിനെ ഒന്ന് താത്തി നോക്കണം, പശു വീഴുവാണെങ്കിൽ അപ്പം തന്നെ പൊന്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് സിമെൻ്റ് ഇട്ട കൂടായതുകൊണ്ട് പുറത്തിറക്കി കെട്ടാൻ പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ പോയി അപ്പോൾ പുറത്തിറക്കി കെട്ടാൻ പറഞ്ഞു. പശു നടക്കും, പക്ഷേ പശു കിടക്കില്ല. അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഞാനും വൈഫും വീണ്ടും പോയി. ഞങ്ങൾ ഒന്നും കൂടി ദൈവത്തിന് എണ്ണയും ഉപ്പും എല്ലാം വെച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു നാളെ രാവിലത്തേക്ക് മിക്കവാറും കുറയുമെന്ന് പറഞ്ഞ് നമ്മൾ പോന്നു. വെളുപ്പിന് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ സുഹൃത്ത് തന്നെ വിളിച്ചു. രാവിച്ചോട്ട് ആ പശു എഴുന്നേറ്റ് കണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇപ്പം 4-5 ദിവസമായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ